നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നേതാക്കൾ ജനങ്ങൾക്ക് താഴെയാണെന്ന ബോധം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാകണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കെ ദാമോദരൻ അനുസ്മരണം ഗുരുവായൂരിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. ദേവാലയങ്ങളിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷം ഭക്തിനിർഭരം. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലീഹായുടെ ദുഃഖ്രാന ഊട്ടുതിരുനാളിന് ആയിരങ്ങളെത്തി. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ദേവാലയങ്ങളിൽ ഒപ്പുശേഖരണവും അവകാശ ദിനാചരണവും നടന്നു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ബസിൽ സ്കൂട്ടറിടിച്ച് യുവാവ് മരിച്ചു. വെള്ളറക്കാട് മണ്ണാംകുന്ന് സ്വദേശി 45 വയസ്സുള്ള വിബീഷാണ് മരിച്ചത്. അപകടം കാഞ്ഞിരക്കോട് തോട്ടുപാലം കല്യാണ മണ്ഡപത്തിന് സമീപം. ചാവക്കാട് കടപ്പുറം കറുകമാട് നാലുമണിക്കാറ്റ് മുല്ലപ്പുഴയിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. കൈയും കാലും പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആത്മഹത്യയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. നേതാക്കൾ ജനങ്ങൾക്ക് താഴെയാണെന്ന ബോധം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാകണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കെ ദാമോദരൻ അനുസ്മരണം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആ എസിലേക്ക് എത്താനുള്ള വഴികൾ ഇതാണോ എന്ന് പറയാൻ ആഗ്രഹമുള്ള ഏതൊരു പാർട്ടി സഖാവിനും തൻ്റെ ഘടകത്തിൽ ആ അഭിപ്രായം നിർഭയം പറയാൻ അവകാശമുണ്ട്. അതിൻ്റെ പേരാണ് ഉൾ പാർട്ടി ജനാധിപത്യം. നേതാവിനെ മാത്രം കേട്ടിരിക്കുന്ന കാലം കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ താഴെത്തട്ടിലുള്ളവർക്കും അവകാശങ്ങൾ പറയാനുള്ള വിൽപവറും ചങ്കുറപ്പും ഉണ്ടാകണം. ജനങ്ങളാണ് ഏറ്റവും വലിയവർ. നേതാക്കൾക്കു താഴെയാണ് ജനങ്ങളെന്ന് കരുതേണ്ട. അവർ എല്ലാം തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഫലം ജനവിധിയിലൂടെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ശൈലികൾ അവർ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തിരുത്തലുകൾ അനിവാര്യമാണ്. CPM-ൽ മാത്രമല്ല CPI-യിലും കുറവുകളുണ്ടെന്ന് അംഗീകരിക്കുന്നു. സംഭവിച്ച കാര്യങ്ങൾ പഠിച്ച് തിരുത്താനുള്ള കടമയുണ്ട്. ചിന്തയിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ ഇടതുപക്ഷം അധപതിക്കും. മറ്റു പാർട്ടികൾ ദുർബലമായപ്പോൾ BJP ശക്തിപ്പെട്ടു. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ അക്ഷരങ്ങളിലുള്ള വ്യത്യാസം മാത്രമല്ല, ആശയത്തിലും വിശ്വാസത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും അന്തരമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം ശക്തിപ്പെട്ടേ മതിയാവൂ. നേതാവ് പറയുന്നു, അതുകൊണ്ട് ഞാൻ കൈവക്കുന്നു. അവരുടെ കമ്മ്യൂണിസ്റ്റ് ആർക്കും ചർച്ചയിൽ പങ്കെടുക്കാം, അഭിപ്രായങ്ങൾ പറയാം. അതിനുവേണ്ടിയാണ് പാർട്ടി അതിൻ്റെ സംഘടനാ ചട്ടക്കൂട് ഉണ്ടാക്കുന്നത്. അതിന് തെറ്റ് നമുക്ക് വേറെ പറയാം, ആ ചട്ടക്കൂട് ശരിയാകും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചട്ടക്കൂട് വേണം. കാരണം ഈ പാർട്ടി നിലവിലുള്ളതിനെ മാറ്റാൻ തിരിച്ച പാർട്ടിയാണ്. അത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ പാർട്ടിക്ക് അതിൻ്റെ സമരബോധം വേണം, ചങ്കുറപ്പ് വേണം, പ്രവർത്തന ശേഷി വേണം. അതുകൊണ്ട് ചങ്ങലാകാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസത്ത മനസ്സിലാക്കി പ്രവർത്തിച്ച കെ ദാമോദരനെ പോലുള്ളവരുടെ ആശയങ്ങൾ മൂല്യബോധത്തോടെ കാണേണ്ട കാലമാണിതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കെ ദാമോദരൻ സ്മാരക പുരസ്കാരം എഴുത്തുകാരൻ C രാധാകൃഷ്ണനെ അദ്ദേഹം സമ്മാനിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായി. KP രാജേന്ദ്രൻ, VS സുനിൽകുമാർ, EM സതീശൻ, P മുഹമ്മദ് ബഷീർ, KK സുധീരൻ, CV ശ്രീനിവാസൻ, ഗീതാ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ബസിൽ സ്കൂട്ടറിടിച്ച് യുവാവ് മരിച്ചു. വെള്ളറക്കാട് മണ്ണാംകുന്ന് സ്വദേശി 45 വയസ്സുള്ള വിബീഷാണ് മരിച്ചത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലം കല്യാണ മണ്ഡപത്തിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ യാത്രികൻ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ വടക്കാഞ്ചേരി എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിഭീഷ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ചാവക്കാട് കടപ്പുറം കറുകമാട് മുല്ലപ്പുഴയിൽ അജ്ഞാതന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ 11:30യോടെയാണ് പുഴയോട് ചേർന്നുള്ള പാലത്തിനടിയിൽ മൃതദേഹം കണ്ടത്. കൈക്കാലുകൾ പ്ലാസ്റ്റിക് കയറുകൊണ്ട് ബന്ധിച്ച നിലയിലായിരുന്നു. ഇന്നലെ രാവിലെ 8ഓടെ ഇയാളെ കണ്ടതായി പരിസരത്തെ ചായക്കടയിലെ തൊഴിലാളികൾ പറഞ്ഞു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചതിൽ ഇയാൾ നടന്നുവരുന്നതായും പുഴയുടെ പരിസരത്ത് ചുറ്റി നടക്കുന്നതായും കണ്ടെത്തി. കൈക്കാലുകൾ ബന്ധനാവസ്ഥയിലായതിനാൽ അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 65-നും 70-നും മധ്യേ പ്രായം കാണും. SHO A പ്രതാപ്, SI സിസിൽ ക്രിസ്ത്യൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി വ്യാഴാഴ്ച വിദ്യാഭ്യാസ ബന്ദിന് ഇടത് സംഘടനകൾ ആഹ്വാനം ചെയ്തു. രാജ്യത്തെമ്പാടും പഠിപ്പ് മുടക്കുമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു. SFI, AISF സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത്. നീറ്റ്, നെറ്റ് പരീക്ഷകളിലൂടെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം. പുന്നയൂരിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ യുവാവിന് പരിക്കേറ്റു. അകലാട് 4-ാം കല്ല് ഓട്ടോറിക്ഷ ഡ്രൈവർ വലിയകത്ത് അസം ബസരിക്കാണ് മർദ്ദനമേറ്റത്. ബീച്ചിലെ കാറ്റാടി മരങ്ങൾക്കിടയിൽ കൊണ്ടുപോയാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. അരയ്ക്കു കീഴെ തളർന്ന അസം ബസരി കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ്. 9 പേരടങ്ങുന്ന സംഘമാണ് ഇയാളെ മർദ്ദിച്ച് അവശനാക്കിയത് എന്ന് പറയുന്നു. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയായ ചാലിശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട കാക്കശ്ശേരി പാടശേഖരത്തിൽ വിരിപ്പ് കൃഷിക്കുള്ള നടീൽ തുടങ്ങി. 20 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലാണ് നടീൽ ആരംഭിച്ചത്. സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇവിടെ നടീലിന് തയ്യാറാക്കിയ നെൽച്ചെടികൾ കർഷകർ കളനാശിനി ഉപയോഗിച്ച് ഭാഗികമായി നശിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കൃഷി തുടരണമെന്നാവശ്യപ്പെട്ടും സഹായം വാഗ്ദാനം ചെയ്തും അയൽ ജില്ലകളിൽ നിന്നടക്കം കർഷകർ എത്തിയതോടെയാണ് കൃഷി തുടരാൻ കർഷകർ തീരുമാനിച്ചത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു കർഷകൻ 2 ലക്ഷം രൂപയോളം സഹായമായി നൽകുകയും ചെയ്തു. ഇതോടെയാണ് വീണ്ടും 20ഓളം വരുന്ന പാടശേഖരത്തിൽ നടീൽ ആരംഭിച്ചത്. കാക്കശ്ശേരി പാടശേഖരത്തിന് പുറമെ ഒറ്റപ്പിലാവ് പാടശേഖരം, കോതമംഗലം പാടശേഖരം തുടങ്ങിയവയിലും വിരിപ്പു കൃഷി ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കർഷകർ നടത്തിയ സമരത്തിനെതിരെ കാക്കശ്ശേരി പാടശേഖര സമിതിയും കൃഷിവകുപ്പും രംഗത്തെത്തി. കളനാശിനി എന്ന് പറഞ്ഞ് കർഷകർ ഉപയോഗിച്ചത് പച്ചവെള്ളമായിരുന്നു എന്നാണ് പാടശേഖര സമിതിയുടെ കണ്ടെത്തൽ. കാക്കശ്ശേരി പാടശേഖരത്തിൽ സ്വന്തമായി കൃഷിഭൂമിയില്ലാത്ത ഈ കർഷകർ വയലിന്റെ ഉടമകൾക്ക് വലിയ പാട്ടസംഖ്യ വാഗ്ദാനം ചെയ്ത് മണ്ണിന്റെ ജൈവഘടനയെ തകർക്കുന്ന രീതിയിൽ വളപ്രയോഗം നടത്തി കൃഷി ചെയ്ത് ലാഭം കൊയ്യുകയാണെന്നും പാടശേഖര സമിതികളുടെ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് PB സുനിൽകുമാർ, സെക്രട്ടറി മോഹനൻ പൊന്നുളി, ട്രഷറർ അബ്ദുൾ ജലീൽ, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഹീർ ഖാദർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാക്കശ്ശേരി കോതമംഗലം പാടശേഖര സമിതികളിലെ കൃഷിക്കാരാണെന്ന് പറഞ്ഞ് 3-4 കൃഷിക്കാര് നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിരിപ്പ്, ഞാറ്, കളനാശിനി ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുന്നു എന്ന തരത്തിൽ പത്രദൃശ്യമാധ്യമങ്ങളെ വിളിച്ച് ഒരു വലിയ വാർത്ത സൃഷ്ടിക്കുകയും അത് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു വലിയ കബളിപ്പിക്കലായിരുന്നു. സത്യത്തിൽ ആ കൃഷിക്കാർക്ക് ആർക്കും ചാലിശ്ശേരി പഞ്ചായത്തിൽ കൃഷിഭൂമിയില്ല. മറ്റൊന്ന്, അവര് ഇവിടുത്തെ പാടശേഖര സമിതിയോ കൃഷിഭവനോ പഞ്ചായത്തോ ഒന്നുമായി യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലും നടത്തിയിട്ടില്ല. ഇവര് കളനാശിനി എന്ന് പറഞ്ഞ് തളിച്ചത് പച്ചവെള്ളമായിരുന്നു. ഇപ്പോഴും പത്രദൃശ്യമാധ്യമങ്ങൾക്ക് ആ ഞാറ്റടി പോയി നോക്കിയാൽ പരിശോധിക്കാം. അതേ ഞാറ്റടി നശിപ്പിച്ചു എന്ന് പറയുന്ന അതേ ഞാറ്റടിയിലെ ഞാറ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കോതമംഗലത്ത് നടീൽ നടക്കുകയാണ്. അപ്പൊ വളരെ വിദഗ്ധമായിട്ട് ഇതിന്റെ തൊട്ട് മുൻപത്തെ വർഷവും ഇവര് ഇത്തരത്തിലുള്ള ഒരു ഏകാംഗ സമര നാടകം. പാടശേഖര സമിതി കോർഡിനേറ്റർ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുമാർ, ട്രഷറർ സെയ്ദ് മുഹമ്മദ് എന്നിവരും ചാലിശ്ശേരി പഞ്ചായത്തിലെ വിവിധ പാടശേഖര സമിതി ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെതിരെ കടുത്ത നടപടിയുമായി പോലീസ്. അനീഷിനെതിരെ സ്ഥിരം കുറ്റവാളിയാണെന്ന് കാട്ടി 107-ാം വകുപ്പാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവർക്കെതിരെ ചുമത്തുന്ന നടപടിക്രമമാണിത്. തൃശൂർ ഈസ്റ്റ് പോലീസാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. 6 മാസത്തിനുള്ളിൽ ഇനി ഏതെങ്കിലും കേസിൽ പ്രതിയായാൽ അനീഷ് കുമാറിനെതിരെ കാപ്പ ചുമത്തും. ഇനി കേസിൽ ഉൾപ്പെടില്ലെന്ന് കോടതിയിൽ ഹാജരായി അനീഷ് കുമാർ ബോണ്ട് ഒപ്പിട്ട് നൽകുന്നതാണ് നടപടിക്രമം. കാപ്പ ചുമത്തിയാൽ നാടുകടത്തലടക്കമുള്ള നടപടികൾ അനീഷ് കുമാർ നേരിടേണ്ടതായി വരും. BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ എടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR ബൈജു അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ സബീഷ് മരുതയൂർ, ജനറൽ സെക്രട്ടറിമാരായ ബോഷി ചാണാശ്ശേരി, പ്രതീഷ് അയിനപ്പുള്ളി, വൈസ് പ്രസിഡന്റ് സിന്ധു അശോകൻ, നേതാക്കളായ വർഷ മണികണ്ഠൻ, വിനോദ് പണിക്കശ്ശേരി, വിനോദ് കുമാർ, ഗണേഷ് ശിവജി, രജനി സുരേഷ്, വിനീത് കുറുപ്പേരി, സുനിൽ കാരയിൽ എന്നിവർ നേതൃത്വം നൽകി. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വെള്ളം വിതരണം ചെയ്യുന്ന ജലനിധി ശുദ്ധജല ശുചിത്വ പദ്ധതിക്ക് 60 ലക്ഷം രൂപയുടെ നഷ്ടം. ഉപ്പുവെള്ളം കലർന്നതോടെ 17 മാസക്കാലം സൗജന്യ വെള്ളം വിതരണം ചെയ്ത വകയിലാണ് ഗുണഭോക്താക്കളിൽ നിന്നും ലഭിക്കേണ്ടതായ 60 ലക്ഷം രൂപ ജലനിധിക്ക് നഷ്ടമായത്. കുടിവെള്ള സ്രോതസ്സായ മുല്ലശ്ശേരി KLDC കനാലിലേക്ക്
കനോലി കനാലിൽ നിന്നും വേലിയേറ്റ സമയത്ത് അമിത ഉപ്പുവെള്ളം കലർന്നതാണ് കുടിവെള്ളം നിർത്തിവെക്കാൻ കാരണമായത്. കഴിഞ്ഞ കാലങ്ങളിൽ ശുദ്ധജല വിതരണം നിർത്തിവെക്കുന്ന കാലയളവിലെ വെള്ളം വിതരണം പുനരാരംഭിക്കുന്ന സമയത്ത് അധികമായി നൽകുകയാണ് ചെയ്തിരുന്നത്. വെള്ളക്കരം സൗജന്യമാക്കാൻ നിലവിലെ ഭരണസമിതി വന്നതിനു ശേഷമാണ് ജലനിധിക്ക് നിർദ്ദേശം നൽകിയത്. 2 മാസത്തിൽ മിനിമം ഉപയോഗിക്കാവുന്ന 10,000 ലിറ്റർ വെള്ളത്തിന്റെ കരമാണ് വിട്ടു നൽകിയത്. ശുദ്ധജലം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഗുണഭോക്താക്കളുടെ സമ്മർദ്ദപ്രകാരമാണ് ഉപ്പുകലർന്ന വെള്ളം വിതരണം ചെയ്യാൻ ജലനിധി തയ്യാറായത്. പമ്പിംഗ് ചെലവും പദ്ധതി സംരക്ഷിത ചെലവും ചേർന്ന് ഈ കാലയളവിൽ 25 ലക്ഷം രൂപ ഇതിനു പുറമെയാണ് നീക്കിവെച്ചത്. ഉപ്പുവെള്ള ഭീഷണിയെ മറികടക്കാൻ 4 പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മണച്ചാൽ കൃത്രിമ തടാകം, തിരുവില്ലോമല ബൾക്ക് വാട്ടർ പദ്ധതി, ഇടിയൻചിറ ഏനാമാവ് റെഗുലേറ്റർ നിർമ്മാണം, 20 ലിറ്റർ ജാർ ഫില്ലിംഗ് യൂണിറ്റ് എന്നിവയാണവ. 4 പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനുള്ള തീവ്ര പ്രയത്നത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. CCTV ന്യൂസ് കേച്ചേരി. പോർക്കുളം പഞ്ചായത്ത് കുടുംബശ്രീ ADS പൊതുസഭ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ VK സുരേഷ് ബാബു, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജ്യോതിസ്, അഖില മുകേഷ്, PC കുഞ്ഞൻ, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും എടുക്കുന്ന 3 കോടി രൂപയുടെ വായ്പയുടെ വിതരണവും കുടുംബശ്രീ മിഷൻ നടത്തിയ അരങ്ങ് സാംസ്കാരിക മത്സരങ്ങളിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ സമ്മാനാർഹരായവരെ അനുമോദിക്കുകയും ചെയ്തു. ജനവാസ കേന്ദ്രത്തിൽ കക്കൂസ് മാലിന്യം തള്ളി, പ്രദേശവാസികൾ ദുരിതത്തിൽ. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ കൂനമൂച്ചി പോസ്റ്റ് ഓഫീസ് മുതൽ കൂനമൂച്ചി പള്ളി വരെയുള്ള മേഖലയിൽ റോഡിന്റെ വശത്തായാണ് മാലിന്യം ഒഴുകിയിരിക്കുന്നത്. രാത്രിയുടെ മറവിൽ സാമൂഹ്യദ്രോഹികൾ ഒഴുക്കിയ മാലിന്യം മൂലം പ്രദേശത്തെ വീടുകളിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. പല വീടുകൾക്ക് മുന്നിലും മാലിന്യം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. രൂക്ഷമായ ദുർഗന്ധം മൂലം വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഗുരുവായൂരിലെ ഹോട്ടലുകളിൽ നിന്നും ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യം ശേഖരിച്ച് പാതയോരങ്ങളിൽ തള്ളുന്നത് പതിവാണ്. സാമൂഹ്യവിരുദ്ധരായ ഒരു സംഘം ആളുകളാണ് ഈ നീചപ്രവൃത്തിയുടെ പിന്നിൽ ഉള്ളത്. പാതയോരത്ത് മാലിന്യം തള്ളി ജനങ്ങളെ ദുരിതത്തിലാക്കിയ നടപടിക്കെതിരെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പർ നാൻസി ആന്റണി കുന്നംകുളം പോലീസിലും ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറിക്കും ആരോഗ്യ വിഭാഗത്തിനും പരാതി നൽകി. CCTV ന്യൂസ് കേച്ചേരി. പോർക്കുളം പൂമരത്തിന് സമീപം ബസും കാറും കൂട്ടിയിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്ന് ചിറക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസും എതിർദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കുന്നംകുളം കാട്ടകാമ്പാൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന തിരുവോണം ബസും സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതോടെ മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മസ്റ്ററിംഗിനായി ചാവക്കാട് അനു ഗ്യാസ് ഏജൻസിയിൽ വൻ തിരക്ക്. ചാവക്കാട് ആശുപത്രി പടി അനു ഗ്യാസ് ഏജൻസിയിലാണ് ഇന്ന് രാവിലെ മുതൽ മസ്റ്ററിംഗിനായി തിരക്ക് നീണ്ടത്. തിരക്കിൽ ഒരു സ്ത്രീ കുഴഞ്ഞു വീണു. 2.5 മണിക്കൂറാണ് ആളുകൾ ക്യൂ നിന്നത്. വിവരമറിഞ്ഞ് നഗരസഭാ കൌൺസിലർമാർ രംഗത്തെത്തി ചാവക്കാട് പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് ക്യൂ നിൽക്കുന്നവരെ മാറ്റി മറ്റെവിടെയെങ്കിലും മസ്റ്ററിംഗ് നടത്താനുള്ള സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് ഗ്യാസ് ഏജൻസിക്ക് സമീപമുള്ള IDC ജംനുത്തുൽ ഉലമ മദ്രസയിൽ മസ്റ്ററിംഗിനായി സൗകര്യം ഒരുക്കി. ഇന്ദിരാഗാന്ധി കോർപ്പറേഷൻ നിയമപ്രകാരം ഉപഭോക്താവിന്റെ വീട്ടിൽ വന്നാണ് മസ്റ്ററിംഗ് നടത്തുന്നതെന്നും അധികൃതരോട് പലതവണ വിഷയം ഉന്നയിച്ചിട്ടും ഇതിനെതിരെ നടപടിയില്ലെന്നും ശക്തമായി പ്രതിഷേധിക്കുന്നതായും കൌൺസിലർ അക്ബർ കോനോത്ത് പറഞ്ഞു. കൌൺസിലർമാരായ അക്ബർ കോനോത്ത്, KV ഷാനവാസ്, KP രഞ്ജിത് കുമാർ, പൊതുപ്രവർത്തകൻ KV ശശി തുടങ്ങിയവർ എത്തിയിരുന്നു. വടക്കേക്കാട് കച്ചേരിപ്പടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരായ തൃശൂർ പുറനാട്ടുകര സ്വദേശി പുതുക്കാട്ട് മനയ്ക്കൽ വീട്ടിൽ സുമദാസ്, കോട്ടപ്പടി ഇരിങ്ങപ്പുറം സ്വദേശി കറുത്തവക വീട്ടിൽ ഷിജു, ഞമനേങ്ങാട് നായരങ്ങാടി സ്വദേശി വലിയ വീട്ടിൽ അൻസാരി, കല്ലൂർ വട്ടമ്പാടം സ്വദേശി മൂത്തേടത്ത് വീട്ടിൽ സായൂജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. താമരക്കുളങ്ങര അമ്പലത്തിന് സമീപം ബുധനാഴ്ച രാവിലെയാണ് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത്. പരിക്കേറ്റവരെ വയലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജോസ് പോൾ ടിക്ക് നാടിന്റെ ബാഷ്പാഞ്ജലി.
കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസ് നേതാവും ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ജോസ് പോൾട്ടിയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ജൂബിലി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് ജോൺ പോൾട്ടി അന്തരിച്ചത്. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് ഭാരവാഹിയായി രാഷ്ട്രീയ രംഗത്ത് ചുവടുറപ്പിച്ച ജോസ് പോൾട്ടി കോൺഗ്രസ് അടാട്ട് ബ്ലോക്ക് പ്രസിഡന്റ്, ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ്, UDF മണലൂർ നിയോജക മണ്ഡലം കൺവീനർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായും പ്രവർത്തിച്ച ജോസ് പോൾട്ടി നിലവിൽ കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗമാണ്. കേച്ചേരി പ്രിയദർശിനി സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു വരികയായിരുന്നു. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ചൂണ്ടൽ പുതുശ്ശേരി റോഡിലുള്ള വസതിയിൽ എത്തിച്ചത് മുതൽ നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TN പ്രതാപൻ, അനിൽ അക്കര, TV ചന്ദ്രമോഹൻ, O അബ്ദുറഹ്മാൻ കുട്ടി, PA മാധവൻ, ജോസഫ് ചാലിശ്ശേരി, CC ശ്രീകുമാർ, ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ചെയർമാൻ CR വത്സൻ, കെൽ ചെയർമാൻ PK രാജൻ, DCC ഭാരവാഹികളായ KB ജയറാം, KK ബാബു, VG അശോകൻ, CI സെബാസ്റ്റ്യൻ, K ഗോപാലകൃഷ്ണൻ, KC ബാബു, CI ഇട്ടി മാത്യു, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, MN സത്യൻ, MB പ്രവീൺ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രേഖ സുനിൽ, സൈമൺ തെക്കത്ത്, KM ബാബുരാജ് തുടങ്ങി നിരവധി പേരാണ് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ഭവനത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ജോസ് പോൾട്ടിയുടെ ഭൗതിക ശരീരം പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. CCTV ന്യൂസ്, കേച്ചേരി. അന്തരിച്ച കോൺഗ്രസ് നേതാവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജോസ് പോൾട്ടിയുടെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. കോൺഗ്രസ് നേതാക്കളായ PA മാധവൻ, ജോസഫ് ചാലിശ്ശേരി, CC ശ്രീകുമാർ, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, CPM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി അംഗം M പീതാംബരൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് മാസ്റ്റർ, CPI ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി CJ ജിജു മാസ്റ്റർ, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CT പോൾ, DCC സെക്രട്ടറി PK രാജൻ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കേച്ചേരി പ്രിയദർശിനി ആശുപത്രി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, സ്നേഹഭവൻ കൺവീനർ ജീസൻ മാസ്റ്റർ, ആക്സ് കേച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി MM മൊഹസിൻ, INTUC ഭാരവാഹി സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാവായും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, കേച്ചേരി പ്രിയദർശിനി ആശുപത്രി വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, UDF മണലൂർ നിയോജക മണ്ഡലം കൺവീനർ തുടങ്ങി 5 പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് വിരാമമിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജോസ് പോൾട്ടി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2 ദശാവതാര വിളക്കുകളും ആമവിളക്കും തൂക്കുവിളക്കുകളും അമ്പലമണിയും ഭഗവാന് ചാർത്താൻ സ്വർണ്ണമാലയും വഴിപാടായി ലഭിച്ചു. ദീപാരാധന സമയത്തായിരുന്നു സമർപ്പണം. പ്രവാസി വ്യവസായി ആലപ്പുഴ കരുവാറ്റ സ്വദേശി സുരേഷ് കുമാർ പാലാഴിയാണ് സമർപ്പണം നടത്തിയത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിമരത്തിന് സമീപം വാതിൽ മാടത്തിനു മുന്നിൽ ദശാവതാര വിളക്കിൽ ദീപം തെളിയിച്ചു. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ സമർപ്പണം ഏറ്റുവാങ്ങി. മുൻ ഭരണസമിതി അംഗം മനോജ് P നായർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ K രാമകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വഴിപാട് സമർപ്പണത്തിന് ഏകദേശം 25 ലക്ഷം രൂപ വിലമതിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രവൃത്തി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കീഴ്ശാന്തി അന്തരിച്ചു. 6 പതിറ്റാണ്ടായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി പ്രവൃത്തി ചെയ്തു വരുന്ന തേലംപറ്റ കൃഷ്ണൻ നമ്പൂതിരിയാണ് മരിച്ചത്. 7 പ്രാവശ്യം കീഴ്ശാന്തിക്കാരുടെ നേതൃത്വ പദവി വഹിക്കുന്ന ശാന്തിയേൽക്കൽ നിർവഹിച്ചിട്ടുണ്ട്. പുലർച്ചെ 2-ന് ക്ഷേത്രത്തിലെത്തി ചന്ദനം അരവ് ഉൾപ്പെടെയുള്ള പ്രവൃത്തി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെ 2:50 ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. 3 ദേവസ്വം ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സംസ്കാരം നടത്തി. ലീല അന്തർജനം ഭാര്യയാണ്. സീമ, സതി എന്നിവർ മക്കളാണ്. പുനേർകുളം ചമന്നൂർ GMLP സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്തും റോഡരികുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കുഞ്ഞു കൈകളിലൂടെ ഭൂമിയെ തിരിച്ചുപിടിക്കാൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചമ്മന്നൂർ സെന്ററിൽ നിന്നും സ്കൂൾ വരെയുള്ള റോഡരികിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനായി മാറ്റിവെച്ചു. പരിസ്ഥിതിയെ കാത്തുസൂക്ഷിക്കാനുള്ള കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണ് ഈ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം. കുന്നംകുളം നഗരസഭയുടെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി കൃഷിക്കാവശ്യമായ തൈകൾ വിതരണം ചെയ്തു.
ഓണക്കാല വിപണി ലക്ഷ്യമാക്കി കുന്നംകുളം ആർത്താറ്റ് കൃഷിഭവനുകളിൽ 35,000-ഓളം തൈകളാണ് വിതരണം ചെയ്തത്. തൈകളുടെ വിതരണോദ്ഘാടനം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സജിനി പ്രേമൻ, പ്രിയ സജീഷ്, കൃഷി ഓഫീസർ S ജയൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ YS അനിൽകുമാർ, ജിഷ, ജിജ ആന്റണി എന്നിവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരള BRC ചാവക്കാട് ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വൈദ്യ പരിശോധനാ ക്യാമ്പുകൾ നടന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള 2024-25 അധ്യയന വർഷത്തെ വൈദ്യ പരിശോധനാ ക്യാമ്പുകളുടെ ഉദ്ഘാടനം ചാവക്കാട് BRC ഓട്ടിസം സെന്ററിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിദ് നിർവഹിച്ചു. ചാവക്കാട് BRC ട്രെയിനർ MT സംഗീത അധ്യക്ഷത വഹിച്ചു. BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിജി ചാക്കോ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ PV ജോളി പദ്ധതി വിശദീകരണവും നടത്തി. ഷീല KS, താലൂക്ക് ആശുപത്രി എല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ K ഉണ്ണികൃഷ്ണൻ, ടെക്നീഷ്യൻ രാജേഷ് PV എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ക്യാമ്പ് സന്ദർശിച്ചു. 50ഓളം കുട്ടികളും രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു. ശ്രവണ ബൗദ്ധിക പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് ജൂലൈ 8, 10 തീയതികളിൽ നടക്കും. കോട്ടൂൽ മഹല്ല സെൻട്രൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയിലെ സാമ്പത്തിക ക്രമക്കേടിൽ മുൻ സെക്രട്ടറിയും ഖത്തീബും ഉൾപ്പെടെ 5 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കമ്മിറ്റിയിലെ മുൻ സെക്രട്ടറി AA ഉമ്മർ, മുൻ ഖത്തീബ് സുലൈമാൻ അൻവരി, ഉപദേശക സമിതി ചെയർമാൻ KA ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റ് KM ഷറഫുദ്ദീൻ, കമ്മിറ്റി അംഗം MK അബ്ദുൽ ഗനി എന്നിവർക്കെതിരായാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുൻ സെക്രട്ടറിയുടെ പക്കലുള്ള 1 വർഷത്തിനു മുകളിലുള്ള കണക്കും വരവ് ചെലവ് ബുക്കുകൾ, രശീതി, റെക്കോർഡുകൾ, സീലുകൾ, ബാങ്ക് രേഖകൾ, ചെക്ക് ബുക്കുകൾ എന്നിവയും കമ്മിറ്റിയെ ഏൽപ്പിക്കാത്തതിനാൽ പൊതുയോഗം വിളിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കമ്മിറ്റി നേരിട്ടും രേഖാമൂലവും രേഖകൾ നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹാജരാക്കിയില്ലെന്നും മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നിലവിലെ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി വഖഫ് ബോർഡിൽ നൽകിയ പരാതി ഇവർ നടത്തിയ സാമ്പത്തിക ക്രമക്കേട് പുറത്തറിയാതിരിക്കാനും കമ്മിറ്റി പിടിച്ചെടുക്കാനുമായിരുന്നെന്ന് താൽക്കാലിക സെക്രട്ടറി BA ഖാലിദ്, ട്രഷറർ PM അലി, വൈസ് പ്രസിഡന്റുമാരായ ഹമീദ് മേനോത്ത്, TK ഹംസ, ജോയിന്റ് സെക്രട്ടറി BA അഷ്റഫ് തുടങ്ങിയവർ പറഞ്ഞു. 23-അംഗ കമ്മിറ്റിയിൽ നിന്ന് 11-അംഗ കമ്മിറ്റി രാജിവെച്ചിട്ട് 11-അംഗ കമ്മിറ്റിയിൽ സെക്രട്ടറി ഉൾപ്പെടെ രാജിവെച്ചത്. ഈ രാജിവെച്ച സെക്രട്ടറി നമുക്കിതുവരെ കണക്കുകൾ തന്നിട്ടില്ല. അതുമാതിരി തന്നെ ക്യാഷിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടില്ല. ഇത് നമ്മളെ വാർഷിക പൊതുയോഗം വിളിക്കുന്നതിനും അതുമാതിരി തന്നെ വഖഫ് ബോർഡിന് കണക്കുകൾ അവതരിപ്പിക്കുന്നതിനും തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ കുന്നംകുളം കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വഖഫ് ബോർഡിൻ്റെ ഒരു ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട്. ജനാധിപത്യ രീതിയിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇലക്ഷൻ നടത്തണം എന്നുള്ളത്. അതിന് ഈ ഭരണസഭയുടെ കാലാവധി കഴിഞ്ഞിട്ട് ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് യാതൊരു തടസ്സവുമില്ല. അതിന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 2023 സെപ്റ്റംബറിൽ ഇവർ ഉൾപ്പെടെ 11 പേർ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിരുന്നു. ക്രമക്കേട് പുറത്തുവരാതിരിക്കാൻ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ബാലറ്റ് പേപ്പർ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടും ഇവർ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിരുന്നെന്നും മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് TA മൻസൂർ പറഞ്ഞു. രാജിവെച്ച ഒഴിവിലേക്ക് കമ്മിറ്റി മഹല്ല് പരിധിയിലെ പ്രദേശങ്ങളിൽ നിന്നും പുതിയ അംഗങ്ങളെയും താൽക്കാലികമായി സെക്രട്ടറിയെയും തെരഞ്ഞെടുത്താണ് ഭരണം നടത്തുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭകളും സംഘടിപ്പിച്ചു. കേച്ചേരി ബസ് സ്റ്റോപ്പ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജുലറ്റ് വിനു, ആൻഡോ പോൾ, അഞ്ജു പ്രേംദാസ്, VP ലീല, PS സന്ദീപ്, നാൻസി ആന്റണി, കൃഷി ഓഫീസർ P റിജിത്ത്, കൃഷി അസിസ്റ്റന്റ് സാദിഖ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിന് ഒരു കൂടപ്പൂവ് പദ്ധതി പ്രകാരം കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള ചെണ്ടുമല്ലി തൈകളുടെ വിതരണം സ്മിത പ്രസാദിന് നൽകിക്കൊണ്ട് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ തരം ചെടികൾ, വിത്തുകൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്റ്റാളുകളും ഞാറ്റുവേല ചന്തയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പുന്നേർകുളം AEO നാക്കോല റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ അർബൻ മിഷൻ പദ്ധതി പ്രകാരം 1 കോടി രൂപ ഫണ്ട് അനുവദിച്ച് 5 വർഷമായിട്ടും പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് AEO നാക്കോല റോഡിൽ BJP പ്രവർത്തകർ റോഡിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്.
കരാറുകാരൻ നവീകരണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടും റോഡ് പണി അനിശ്ചിതമായി നീളുകയാണ്. റോഡിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം വൻ കുഴികളാണുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിയെ വിവരമറിയിച്ചിട്ടും റോഡ് നന്നാക്കുന്നതിനുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് BJP നേതൃത്വം പറഞ്ഞു. പ്രതിഷേധ സമരം BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് KC രാജു ഉദ്ഘാടനം ചെയ്തു. BJP പുന്നയൂർക്കുളം വെസ്റ്റ് പ്രസിഡന്റ് വിനോദ് പെരിയമ്പലം അധ്യക്ഷത വഹിച്ചു. BJP പുന്നയൂർക്കുളം ഈസ്റ്റ് പ്രസിഡന്റ് TK ലക്ഷ്മണൻ, സുരേഷ് മാക്കോരം എന്നിവർ സംസാരിച്ചു. ഷാജി തൃപ്പറ്റ്, കിരൺ ബാലചന്ദ്രൻ, സുരേന്ദ്രൻ മാമ്പറ്റ്, വേണു മാമ്പറ്റ്, അജിതൻ മുപ്പാടത്ത്, സുന്ദരൻ മാമ്പറ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആത്മ 2024 പദ്ധതിയുടെ ഭാഗമായി ഓണക്കാല വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൃഷിരീതിയെക്കുറിച്ച് പരിശീലനം നൽകി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന 10 കൃഷിഭവനുകളിലെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന ജനറൽ SSC വിഭാഗത്തിൽപ്പെട്ട കർഷകർക്കാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കുന്നംകുളം ടൗൺ ഹാളിൽ നടത്തിയ ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. ചെണ്ടുമല്ലി തൈ വിതരണോദ്ഘാടനം ആത്മ BFC ചെയർമാൻ M ബാലാജി നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി M മേനോൻ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് കൌൺസിലർ മിനി മോൺസി, കുന്നംകുളം കൃഷി ഓഫീസർ S ജയൻ, ആർത്താറ്റ് കൃഷി ഓഫീസർ സ്വേഗ ആന്റണി എന്നിവർ സംസാരിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ ദുക്രാന ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രം. രാവിലെ 6:30 ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടുകൂടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് ലതീഞ്ഞ് നൊവേന, തളിയക്കുളക്കരയിൽ നിന്നും കൊടിയേറ്റ് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ എന്നിവർ ചേർന്ന് നേർച്ചയൂട്ട് ആശീർവദിച്ചു. ഊട്ടുനേർച്ച നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ 13, 14 തീയതികളിൽ നടത്തുന്ന തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. 9:30 ദിവ്യബലിക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡെറിൻ അരിമ്പൂർ സഹകാർമ്മികരായി. മാർ തോമസ് ലീഹയിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന് ധീരസാക്ഷികളാകുവാൻ ഏവരും സന്നദ്ധരായിരിക്കണമെന്നും ക്രൈസ്തവരുടെ അവകാശമായ ജൂലൈ 3 അവധിദിനം പ്രഖ്യാപിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്നും ബിഷപ്പ് പറഞ്ഞു. വിവിധ സമയങ്ങളിലായി നടന്ന ദിവ്യബലിക്ക് ഫാദർ ആന്റണി ആരോത്ത്, TOR ഫാദർ ജോസ് ചിറപ്പണത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രത്തിലെ നവീകരിച്ച ചരിത്ര മ്യൂസിയത്തിന്റെ ആശീർവാദവും മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. 1,00,000-ഓളം ഭക്തജനങ്ങൾ വിശുദ്ധ തോമാസ് ലീഹായുടെ അനുഗ്രഹത്തിനായും നേർച്ചയൂട്ടിനായും എത്തിച്ചേർന്നു. നേർച്ചപായസം പാഴ്സലായി കൊണ്ടുപോകാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. തീർത്ഥകേന്ദ്രം ട്രസ്റ്റിമാരായ സന്തോഷ് TJ, പോൾ KJ, ബാബു CM, ജോഫി ജോസഫ്, ഊട്ട് കൺവീനർ ചാക്കോ പുലിക്കോട്ടിൽ, സെക്രട്ടറിമാരായ ബിജു മുട്ടത്ത, ബിനു താണിക്കൽ, തീർത്ഥകേന്ദ്രം PRO ജെഫിൻ ജോണി തുടങ്ങി വിവിധ കമ്മിറ്റി അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മകൾ, ഭക്തസംഘടനകൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ചാവക്കാട്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ലീഹായുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ദുക്രാന തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ 6-നും 7:30-നും ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തോമസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ ഡേവി കാവുങ്കൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ ഇടവക വിശ്വാസികൾ അണിനിരുന്ന ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നേർച്ച പായസ വിതരണവും നടന്നു. വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ KR ജിൻസൺ, KL ജോൺസൺ, PA വർഗീസ്, KF സൈമൺ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. ബുധനാഴ്ച രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന നടന്നു. തുടർന്ന് 10-ന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ സിൻഡോ പൊന്തേക്കൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ജോൺസൺ അന്തിക്കാട് തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ തോമസ് ചൂണ്ടൽ സഹകാർമ്മികനായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ പാറക്കൽ ഷിജു, ഷാജി മണ്ടുമ്പാൽ, സാമുവൽ തരകൻ, ജനറൽ കൺവീനർ ബിനോയ് തോമസ്, ജോയിന്റ് കൺവീനർ EP ജസ്റ്റിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂലൈ 7-ന് തിരുനാൾ എട്ടാമിടം ആഘോഷിക്കും. രാവിലെ 6:30-ന് ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ് എന്നിവ നടക്കും.
നൊവേനയ്ക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികനാകും. ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ തലേന്ന് വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാനയും ലതീഞ്ഞും നൊവേനയും നടന്നു. തുടർന്ന് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ രക്തകുരിശ് മണ്ഡപത്തിലെ കൽക്കുരിശ് വിളക്ക് തെളിയിച്ചു. തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ അറക്കൽ നേതൃത്വം നൽകി. ഫാദർ അജിത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ സഹകാർമ്മികനായി. ലതീഞ്ഞ്, നൊവേന, തിരുനാൾ പ്രദക്ഷിണം എന്നീ തിരുകർമ്മങ്ങൾക്കു ശേഷം തിരുനാളൂട്ട് നടന്നു. ദുഃഖ്രാന തിരുനാൾ ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ VA ജെയിംസ്, NV ജോഷി, NK ജോബ്, കൺവീനർമാരായ VD ജോഷി, VK ജെയിംസ്, AC ഇഗ്നേഷ്, മിഷ സെബാസ്റ്റ്യൻ, സിസ്റ്റർ മരിയ എന്നിവർ നേതൃത്വം നൽകി. തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ തോമസ് നാമധാരികളെ പൂക്കൾ നൽകി ആദരിച്ച് പ്രാർത്ഥിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടന്നു. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായി. അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ, ട്രസ്റ്റിമാരായ ഡെയ്സൺ പഴുനാന, ലിൻഡോ ചാക്കോ, ജാക്സൺ നീലങ്കാവിൽ, MF വിൻസെന്റ്, PRO ജോബ് C ആൻഡ്രൂസ്, SL മീഡിയ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ സെന്റ് തോമസ് കുരിശുപള്ളി ദുഃഖ്രാന പെരുന്നാൾ ആഘോഷിച്ചു. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ സെന്റ് തോമസ് കുരിശുപള്ളി പെരുന്നാൾ ജൂലൈ 2, 3 തീയതികളിലായാണ് ആഘോഷിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരവും തുടർന്ന് പ്രദക്ഷിണവും നേർച്ച വിളമ്പലും ഉണ്ടായി. ഇന്ന് രാവിലെ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അനുഗ്രഹ പ്രഭാഷണവും നടന്നു. കുരിശുപള്ളിയിൽ നിന്ന് കത്തീഡ്രൽ പള്ളിയിലേക്ക് നടന്ന ഘോഷയാത്രയുടെ സമാപനത്തിൽ മെത്രാപ്പൊലീത്ത ശ്ലൈഹിക വാഴ്വ് നടത്തി. തുടർന്ന് നേർച്ച വിളമ്പും ഉണ്ടായി. പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ VM ഷാമുവൽ, സഹവികാരി ജോസഫ് ജോർജ്, കൈസ്ഥാനി ഡിക്സൺ ചെറിയാൻ, സെക്രട്ടറി കുഞ്ഞുമോൻ ജേക്കബ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ അവകാശ ദിനം ആചരിച്ചു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക, നടപ്പിലാക്കുക, ജൂലൈ 3 സെന്റ് തോമസ് ദിനം അവധി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾക്കായാണ് അവകാശ ദിനം ആചരിച്ചത്. എരുമപ്പെട്ടി ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് CV ബേബി അധ്യക്ഷത വഹിച്ചു. അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാനുള്ള പ്രമേയം അവതരിപ്പിച്ചു. കൈക്കാരന്മാരായ ഫ്രിൻഡോ, KP ബിജോയ്, MP ഫ്രാൻസിസ്, CK ജോർജ്, ദർശന സമൂഹം അതിരൂപത ജോയിന്റ് സെക്രട്ടറി MK ജോഷി, പ്രതിനിധി യോഗം സെക്രട്ടറി ജോജി, PRO ബിജു ജോർജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനത്തിൽ ഇടവകാംഗങ്ങൾ ഒപ്പുവെച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫാദർ ഡേവിസ് ചിറമലിന്റെ നേതൃത്വത്തിൽ വേലൂർ കുറുമാലിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. പ്രദേശത്തെ സാമ്പത്തികമായി അവശത അനുഭവിക്കുന്ന കിഡ്നി രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 10 പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യം അമല ആശുപത്രിയുമായി സഹകരിച്ച് അമലയുടെ ടെക്നിക്കൽ സ്റ്റാഫിന്റെ സേവനം ഉപയോഗിച്ചാണ് സെന്ററിൽ ഒരുക്കുന്നത്. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, കുറുമാൽ പള്ളി എന്നിവയ്ക്ക് സമീപം ആരംഭിച്ച സൗജന്യ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ CMI ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷത വഹിച്ചു. ഗാകുൽത്ത ധ്യാന കേന്ദ്രം സുപ്പീരിയർ ഫാദർ ഡേവിഡ് പേരാമംഗലം, സാൻജോ നമ്പാടൻ, G മോഹനചന്ദ്രൻ, പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, കുറുമാൽ പള്ളി വികാരി ഫാദർ ക്രിസ്റ്റി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ഫാദർ ഡെൽജോ പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഡയാലിസിസ് സെന്ററിനോടനുബന്ധിച്ച് സെന്ററിനോട് ചേർന്നുള്ള സ്ഥലത്ത് കിഡ്നി ഗ്രീൻ പാർക്ക് ഉടൻ ആരംഭിക്കുമെന്ന് ഫാദർ ഡേവിസ് ചിറമൽ പറഞ്ഞു. പാർക്കിൽ കുട്ടികൾക്ക് കളിക്കുവാനുള്ള സംവിധാനങ്ങളും മുതിർന്നവർക്ക് വ്യായാമ ഉപകരണങ്ങൾ അടങ്ങുന്ന ജിംനേഷ്യം, മാനസിക ഉല്ലാസത്തിന് ചെരി ക്ലബ്ബ്, നാട്ടുചന്ത, ഔഷധസസ്യ മിയാവാക്കി ഫോറസ്റ്റ് മുതലായവ ഉണ്ടായിരിക്കും. കൂടാതെ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുവാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അക്ഷയപാത്രം ട്രസ്റ്റിനോട് ചേർന്ന് ഒരു അടുക്കളയും ഒരുക്കുന്നുണ്ട്. അമല ആശുപത്രിയുടെയും വേലൂർ കടങ്ങോട് പഞ്ചായത്തുകളുടെയും സഹകരണത്തോടെ മൊബൈൽ പരിശോധനാ യൂണിറ്റുകൾ മുഖേന രോഗനിർണയ ക്യാമ്പുകൾ ഉടൻ നടത്തുമെന്നും ഫാദർ ഡേവിസ് ചിറമൽ കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ് വേലൂർ. ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും പാതയോരത്ത് തള്ളുന്നത് പതിവ് കാഴ്ചയാകുന്നു.
സംസ്ഥാന പാതയിലെ കടവല്ലൂർ കല്ലുംപുറത്തിന് സമീപമാണ് മദ്യക്കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും അടക്കം മാലിന്യം തള്ളിയിട്ടുള്ളത്. ഭക്ഷണം പാക്കിംഗ് ഉപയോഗിക്കുന്ന കണ്ടെയ്നറുകൾ, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, നിരവധി പ്ലാസ്റ്റിക് കവറുകൾ, മദ്യക്കുപ്പികൾ എന്നിവയാണ് ദിനം പ്രതി പാതയോരത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവൃത്തികൾ ചെയ്യുന്നവരെ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെഞ്ഞമുക്ക് ഹൈസ്കൂളിന് സമീപം മൂലേപ്പാട് റോഡരികിൽ വീണ്ടും പൈപ്പ് പൊട്ടി. ഈ ഭാഗത്ത് 4 മാസങ്ങൾക്ക് മുൻപ് പൈപ്പ് പൊട്ടിയിരുന്നു. അറ്റകുറ്റപ്പണി ചെയ്യാനായി കുഴിയെടുത്ത റോഡിന്റെ വശങ്ങൾ ടാറിംഗ് നടത്താതെ യാത്രക്കാരെ വലച്ചിരുന്നു. വലിയ വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ ചക്രങ്ങൾ താഴുന്നതും പതിവാണ്. അപകടം ഒഴിവാക്കാനായി ജല അതോറിറ്റിയുടെ 2 ബോർഡുകൾ ഇവിടെ വെച്ചിരുന്നു. എന്നാൽ വീണ്ടും പൈപ്പ് പൊട്ടിയതോടെ റോഡരികിലൂടെ വെള്ളം പാഴായി പോവുകയാണ്. പൈപ്പിന്റെ ചോർച്ച അടയ്ക്കുകയും ഈ ഭാഗത്ത് ടാറിംഗ് നടത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ജൂലൈ 13, 14 തീയതികളിൽ നടക്കുന്ന തിരുനാളിന്റെ കൊടിയേറ്റം എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ഇതോടെ നവനാൾ കുർബാനയ്ക്ക് തുടക്കമായി. അതിനുശേഷം തോമസ് നാമധാരികൾ വിശുദ്ധ തോമസ് ലീഹായുടെ ദുക്രാന തിരുനാളും ഊട്ടുനേർച്ചയും നടത്തി. ഇടവക വികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ, കൈക്കാരന്മാരായ പുത്തൂർ കൈതക്കോടൻ ജോൺസൺ, വാഴപ്പള്ളി ജോൺസൺ, ചിറ്റിലപ്പള്ളി ബിജു, ജനറൽ കൺവീനർ ബിൻഡോ ചൊവ്വല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് 7 ലക്ഷം രൂപയോളം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മീറ്റിംഗ് ഹാൾ സജ്ജമാക്കിയത്. ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദുമോൾ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സുജിഷ മനീഷ്, വാർഡ് മെമ്പർമാരായ സത്യവതി ടീച്ചർ, KU ബിബിൻ, അസിസ്റ്റന്റ് സെക്രട്ടറി IB ഷൈനി, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ സുമയ, ജാസ്മിൻ, കമ്മ്യൂണിറ്റി കൌൺസിലർ അശ്വതി, CDS ഭരണസമിതി അംഗങ്ങൾ, CDS RPമാർ, അങ്കണവാടി ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തെ തുടർന്ന് പോക്സോ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. അഡ്വക്കേറ്റ് KS ഫനൂജ ക്ലാസ് നയിച്ചു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, ജൂലൈ 3 സെന്റ് തോമസ് ദിനം അവധിയായി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവകാംഗങ്ങൾ അവകാശ ദിനാചരണവും ഒപ്പുശേഖരണവും നടത്തി. അവകാശ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ വിൽസൺ പിടിയത്ത് നിർവഹിച്ചു. സഹവികാരി ഫാദർ ജേസൺ പുതുപ്പള്ളിൽ അധ്യക്ഷനായി. കൈക്കാരന്മാരായ PV പിയൂസ്, PK ആന്റണി, PJ ലിയോ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. കൃഷിഭവൻ പരിസരത്ത് ആരംഭിച്ച ചന്തയിൽ വിവിധയിനം പച്ചക്കറി വിത്തുകളും തൈകളും, തെങ്ങ്, കവുങ്ങ് എന്നിവയുടെ തൈകളും, അലങ്കാര ചെടികൾ തുടങ്ങി വിവിധ ബലവൃക്ഷങ്ങളുടെ തൈകൾക്കും പുറമെ ജൈവവളങ്ങൾ, കീടനാശിനികൾ, ജീവാണുവളങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, കർഷക കൂട്ടായ്മകളുടെ ഉൽപ്പന്നങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കടവല്ലൂർ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തുടങ്ങിയ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CA ഫൗസിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയകുമാർ, ബിന്ദു ധർമ്മൻ, പ്രഭാത് മുല്ലപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK വിശ്വംഭരൻ, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ KA അജി സ്വാഗതവും അസിസ്റ്റന്റ് റോണി ചീരൻ നന്ദിയും പറഞ്ഞു. കാർഷിക സർവകലാശാലയുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സഞ്ചരിക്കുന്ന പ്രദർശനശാലയും പഞ്ചായത്തിലെത്തിയിരുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പുന്നേർകുളം കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർധന കുടുംബത്തിന് പണി കഴിപ്പിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. പരൂർ മഹലിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് നിർധന കുടുംബത്തിന് സ്നേഹഭവനം ഒരുക്കിയത്. ചടങ്ങിൽ കാരുണ്യം ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് അഹമ്മദ് കബീർ സഖാഫി, മഹല്ല് പ്രസിഡന്റ് KP മുഹമ്മദ് അലി ഹാജി, ദരുസലാം മസ്ജിദ് ഇമാം അബ്ദുൾ മജീദ് മൗലവി, മഹല്ല് ജോയിന്റ് സെക്രട്ടറി സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ സ്വാഗതവും വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ നന്ദിയും പറഞ്ഞു. കാരുണ്യം ട്രഷറർ അഷ്റഫ് കീടത്തയിൽ, അബൂബക്കർ പാറയിൽ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി K ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പാറന്നൂർ ജനകീയ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം TK വാസു അനുസ്മരണ പ്രഭാഷണം നടത്തി. ചൂണ്ടൽ പഞ്ചായത്ത് വായനശാല നേതൃസമിതി കൺവീനർ PK രാജൻ മാസ്റ്റർ അധ്യക്ഷനായി.
സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ ജിജി പോൾ മുഖ്യപ്രഭാഷണം നടത്തി. ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജുലറ്റ് വിനു, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗങ്ങളായ MB പ്രവീൺ, AK പ്രേംലാൽ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NB ബിജു, സെക്രട്ടറി വത്സൻ പാറന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി സമഗ്ര ശിക്ഷാ പ്രവർത്തകരുടെ അക്കാദമിക മികവും പ്രയോഗ നൈപുണ്യവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന പര്യാപ്ത ത്രിദിന ശാക്തീകരണ പരിപാടിക്ക് തുടക്കമായി. ഗുരുവായൂർ ശിക്ഷക് സദനിൽ വെച്ച് ആദ്യ ബാച്ചിന്റെ പരിശീലനമാണ് 2 മുതൽ 4 വരെയുള്ള തീയതികളിൽ നടക്കുന്നത്. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിതകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീജ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ വാദീകരണം കോർഡിനേറ്ററും സമഗ്ര ശിക്ഷ കേരളം പ്രോഗ്രാം ഓഫീസറുമായ MK രമേശ് പദ്ധതി വിശദീകരണം നടത്തി. ചാവക്കാട് ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ട്രെയിനർ TS അജിത സ്വാഗതവും തളിക്കുളം BRC ട്രെയിനർ അനൂപ് നന്ദിയും പറഞ്ഞു. 18 BRCകളിൽ നിന്നുള്ള സമഗ്ര ശിക്ഷ കേരള പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. കടങ്ങോട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. കടങ്ങോട് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന ചന്തയുടെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ വിപിൻ പൌലോസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് മെമ്പർമാരായ MK ശശീന്ദ്രൻ, KA മുഹമ്മദ് കുട്ടി, KR സിമി, രമ്യ ഷാജി, മൈമുന ഷബീർ, പാടശേഖര സമിതി സെക്രട്ടറി KA വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കർഷക സെമിനാറും നടന്നു. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ നടക്കുന്ന യോഗത്തിൽ ടെനി ദേവസി തൃപ്പുണിത്തറ ദൈവവചനം പ്രസംഗിക്കും. എല്ലാ 1-ാം ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സുവിശേഷ യോഗം നടക്കുമെന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. വാഹന സൗകര്യവും ഉണ്ടായിരിക്കും. പുന്നയൂർ പഞ്ചായത്ത് 12-ാം വാർഡിൽ മാലിന്യം നിക്ഷേപിച്ചയാൾക്ക് പിഴ ചുമത്തി പഞ്ചായത്ത് അധികൃതർ. തിരുവത്ര സ്വദേശി മുജീബിനാണ് 20,000 രൂപ പിഴ ചുമത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യവും സാനിറ്ററി മാലിന്യങ്ങളുമാണ് റോഡരികിൽ നിക്ഷേപിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻചാർജ് ഗണപതി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിമൽരാജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ എന്നിവരടങ്ങുന്ന സ്ക്വാഡ് സ്ഥലം സന്ദർശിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തിരുവത്ര സ്വദേശിയായ മുജീബാണ് മാലിന്യം നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. ഇയാൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയതായി പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി NB ഷീജ അറിയിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ ജൂലൈ 3 സെന്റ് തോമസ് ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അവകാശ ദിനം ആചരിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിച്ച് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുക, സെന്റ് തോമസ് ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനം ആചരിച്ചത്. സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാനുള്ള ഭീമ ഹർജിയിൽ ഒപ്പുശേഖരണം നടത്തി. ഇടവക വികാരി ഫാദർ ഡേസൻ മുണ്ടോപ്പുറം, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ CO ആന്റണി, VJ സുനിൽ, ML സുനിൽ, NJ ജെയ്മോൻ എന്നിവർ നേതൃത്വം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ശൌചാലയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. മേശാന്തി അനീഷ് കൈലാസം ഭൂമി പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. കോമരം മാരാത്ത് വാസുദേവൻ കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് M രാമകൃഷ്ണൻ, സെക്രട്ടറി രാജു മാരാത്ത്, ട്രഷറർ V മോഹനകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി K ചന്ദ്രദാസ്, ജിഷ്ണു പന്തക്കൽ എന്നിവർ പങ്കെടുത്തു. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയിൽ യോഗ്യത നേടിയ ചാലിശ്ശേരി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസർ രാജേശ്വരിയെ അനുമോദിച്ചു. തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് മെമ്പർമാരായ PV രജീഷ്, VS ശിവാസ് എന്നിവർ വില്ലേജ് ഓഫീസിലെത്തി ഉപഹാരം നൽകി രാജേശ്വരിയെ അനുമോദിച്ചു. BA പൊളിറ്റിക്കൽ സയൻസിൽ 1-ാം റാങ്കുകാരിയായ രാജേശ്വരി ജനകീയ അംഗീകാരം നേടിയ ചാലിശ്ശേരി വില്ലേജിലെ ജീവനക്കാരിയാണ്. തൃശൂർ ജില്ലയ്ക്ക് പിറന്നാൾ ആശംസകളുമായി വെസ്റ്റ് മങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അണിനിരന്നു. ജില്ല രൂപീകരിക്കപ്പെട്ടതിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സൺസ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തൃശൂർ 75 എന്ന രൂപത്തിൽ സ്കൂൾ അങ്കണത്തിൽ അണിനിരന്നത്. സ്കൂളിലെ നല്ല പാഠം ക്ലബ്ബ് കോർഡിനേറ്റർമാരായ സാംസി സക്രിയ, ടെറിൻ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരുന്നു തൃശൂർ 75 ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്.
2024-25 അധ്യയന വർഷത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ MA മലയാളം, സംസ്കൃതം, ബിസിനസ്, ഇക്കണോമിക്സ്, MSc ബോട്ടണി, ഫിസിക്സ്, MCom എന്നീ കോഴ്സുകളിലേക്കുള്ള മാനേജ്മെന്റ് കോട്ട പ്രവേശനത്തിനുള്ള അപേക്ഷ ജൂലൈ 5 മുതൽ 12 വരെ ദേവസ്വം വെബ്സൈറ്റിലുള്ള ഗൂഗിൾ ഫോം വഴി സ്വീകരിക്കും. അപേക്ഷകർ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിന് യോഗ്യത നേടിയവരായിരിക്കണം. മാനേജ്മെന്റ് കോട്ട വഴി പ്രവേശനം തൃശൂർ ജില്ലക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 250 രൂപയാണ് ഫോറം വില. തലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2022-24 വർഷത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തലശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO K. സതീഷ് കുമാർ സല്യൂട്ട് സ്വീകരിച്ചു. ബാച്ചിലെ 44 വിദ്യാർത്ഥികൾ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരന്നു. SPC ഷൊർണൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ PK സുരേഷ് കുട്ടികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. HM ചാർജ് ഷീന, PTA പ്രസിഡന്റ് രജീഷ് കുമാർ, DI മുഹമ്മദ് ഷഫീഖ്, CPO അനൂജ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ക്രൈസ്തവ ജനസമൂഹം വിവിധ മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഗവൺമെന്റ് നിയോഗിച്ച ജസ്റ്റിസ് JB കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിലും അതിരൂപത കത്തോലിക്ക കോൺഗ്രസും സമർപ്പിക്കുന്ന ഭീമഹർജിയിൽ ഒപ്പുവെക്കുന്നതിന്റെ ഇടവകതല ഉദ്ഘാടനം മരത്തംകോട് പള്ളിയിൽ നടന്നു. ഫാദർ ബിജു പനങ്കുളം ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജോൺസൺ ആളൂർ, കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് റോയ് അക്കര, കൈക്കാരന്മാരായ ജെയിംസ് വടക്കൻ, ജോൺ കാക്കനാട്, കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് ഭാരവാഹികളായ TF ജോൺസൺ, ചാർലി റോബർട്ട്, ജിജോ ചാഴൂർ എന്നിവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പോർക്കുളം പഞ്ചായത്തിൽ പാറപ്പുറം അംഗൻവാടിയിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം കുന്നംകുളം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ AC ജോസഫ് നിർവഹിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യാതിഥിയായി. പഞ്ചായത്ത് മെമ്പർ ബിജു കോലാടി അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. ക്വിസ് മത്സരവും ഉണ്ടായിരുന്നു. പ്രധാന അധ്യാപിക ആനി ടീച്ചർ നന്ദി പറഞ്ഞു. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ചന്തയിൽ ഫലവൃക്ഷ തൈകൾക്ക് 15% മുതൽ 40%, ജൈവവളത്തിന് 20% സബ്സിഡിയോടുകൂടി വീടുകളിൽ എത്തിച്ചു നൽകും. ആവശ്യക്കാർ 81 11 90 79 01 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തൃത്താല ഉപജില്ലാ സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് അണ്ടർ 17 വിഭാഗത്തിൽ GHSS ചാലിശ്ശേരിയും അണ്ടർ 15 വിഭാഗത്തിൽ വട്ടേനാടും ജേതാക്കളായി. പെരിങ്ങോട് സ്കൂൾ മൈതാനത്ത് നടന്ന ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളിന് GHSS കുമരനെല്ലൂരിനെയാണ് പരാജയപ്പെടുത്തിയത്. അണ്ടർ 15 ബോയ്സ് വിഭാഗത്തിൽ GVHSS വട്ടേനാട് ജേതാക്കളായി. GHSS ചാത്തന്നൂർ 2ാം സ്ഥാനം നേടി. AO പ്രസാദ്, സംഘടനാ പ്രതിനിധി റഷീദ്, കായിക അധ്യാപകനായ KP വാസുദേവൻ, പെരിങ്ങോട് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ത്യാഗരാജൻ, PTA അംഗങ്ങളായ കൃഷ്ണദാസ്, സുരേഷ് എന്നിവർ സംസാരിച്ചു. സബ് ജില്ലാ സെക്രട്ടറി ജിതേഷ് നന്ദി പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 94 രൂപ. ചരമം അഞ്ഞൂർ വടക്കൻ മാത്തുണ്ണി മകൾ മേഴ്സി നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി സെമിത്തേരിയിൽ നടന്നു. മുണ്ടൂർ പരേതനായ മമ്മിയൂർ പുത്തമ്പള്ളി മാറോക്കി എന്ന പാച്ചൻ കൊച്ചാപ്പു ഭാര്യ ത്രേസ്യ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ജോയ്സി, ജോളി, ഗ്രേസ് എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി ചിറ്റണ്ട തൃക്കണപതിയാരം ചിങ്ങപുരത്ത് വീട്ടിൽ രാഘവൻ നായരുടെ മകൻ രാജേഷ് നിര്യാതനായി. 45 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തിയിൽ നടന്നു. രുക്മിണിയമ്മ മാതാവും പാർവതി ഭാര്യയുമാണ്. അഞ്ജലി, അർജുൻ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് മോഡേൺ നഗറിൽ കോഞ്ഞാങ്ങാത്ത് വീട്ടിൽ ആദം നിര്യാതനായി. 94 വയസ്സായിരുന്നു. ഖബറടക്കം പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. അബ്ദുള്ള, അലി എന്നിവർ മക്കളാണ്. ചൊവ്വല്ലൂർ കറുപ്പം വീട്ടിൽ കുഞ്ഞുമോൻ മകൻ മുത്തു നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വല്ലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഫസലു, അഹദ്, അസ്മ, ഫസില, നസീമ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ കാരക്കാട് മനയിൽ ക്ഷേത്രത്തിന് സമീപം ശ്രാവണം വീട്ടിൽ പരേതനായ പത്മനാഭൻ നായർ ഭാര്യ രാധാമണിയമ്മ നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. ഉഷ, മിനി, കൃഷ്ണകുമാർ എന്നിവർ മക്കളാണ്. ആനായ്ക്കൽ നടുവട്ടം പനങ്ങാട്ട് കുമാരൻ ഭാര്യ മാധവി നിര്യാതയായി. 97 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ബാലകൃഷ്ണൻ, അശോകൻ, ലോഹിതാക്ഷൻ,
പുഷ്പ, നളിനി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നേതാക്കൾ ജനങ്ങൾക്ക് താഴെയാണെന്ന ബോധം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാകണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കെ ദാമോദരൻ അനുസ്മരണം ഗുരുവായൂരിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. ദേവാലയങ്ങളിൽ ദുഃഖാന തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലീഹായുടെ ദുഃഖാന ഊട്ടുതിരുനാളിന് ആയിരങ്ങളെത്തി. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ദേവാലയങ്ങളിൽ ഒപ്പുശേഖരണവും അവകാശ ദിനാചരണവും നടന്നു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ബസ്സിൽ സ്കൂട്ടർ ഇടിച്ച് യുവാവ് മരിച്ചു. വെള്ളറക്കാട് മണ്ണാംകുന്ന് സ്വദേശി 45 വയസ്സുള്ള വിബീഷാണ് മരിച്ചത്. അപകടം കാഞ്ഞിരക്കോട് തോട്ടുപാലം കല്യാണ മണ്ഡപത്തിന് സമീപം. ചാവക്കാട് കടപ്പുറം കറുകമാട് നാലുമണിക്കാറ്റ് മുല്ലപ്പുഴയിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. കൈയും കാലും പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആത്മഹത്യയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.